എല്ലാവരുടെയും കാര്യങ്ങൾ നമുക്ക് ദൈവം പോലെയാണ് മാമൻ. സ്വന്തമാണെന്നൊരു തോന്നൽ എല്ലാവരിലും ഉണ്ടാക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. നീ എന്തിനാണ് പേടിക്കേണ്ട കാര്യം? ഞാൻ ജീവിച്ചിരിക്കല്ലേ. പറഞ്ഞു പോയി എന്റെ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും നമുക്ക് ഉണ്ടായിട്ടുണ്ട്. മണിയെന്ന് വെച്ചാൽ ജീവനാണ്. അതെന്റെ മണിച്ചേട്ടനാണ്. ഞങ്ങൾ സംസാരിച്ച് അങ്ങനെയുള്ള കാര്യങ്ങളാണ്. മിന്നാമിനുങ്ങി മിന്നും മിനുങ്ങേ എങ്ങോട്ടാണ് ഈ തിടുക്കം. മണിച്ചേട്ടൻ മോളൊക്കെ ഇപ്പൊ എന്ത് ചെയ്യുന്നു? അവള് പഠിക്കാണ്, ഡോക്ടർക്ക് തന്നെയാ. മണിയുടെ ഇഷ്ടം ഡോക്ടർക്ക് പഠിക്കാമെന്നാണ്. അപ്പൊ അത് പഠിച്ചു. ഇപ്പൊ മെഡിക്കൽ കോളേജ് ചാലാക്ക ആശുപത്രിയിൽ പ്രാക്ടീസിന് കയറിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഡോക്ടറായിട്ട് കയറിയിട്ടുണ്ട്. ഡോക്ടർ ആയിട്ടില്ല. എവിടെയാ പഠിച്ചത് പുള്ളിക്കാരി? ഇവിടെ ചാലക്കാന്ന് പറഞ്ഞിട്ടുണ്ട് മെഡിക്കൽ കോളേജ്. അത് പുള്ളിയുടെ ഒരു സ്വപ്നമായിരുന്നു. ഇതിനകത്ത് ഒത്തിരി ദുരൂഹതകൾ ഉണ്ടായിരുന്നു. ഈ ദുരൂഹതകൾ നിങ്ങൾക്ക് തോന്നിയിരുന്നോ? ഈ ജനങ്ങൾ വിചാരിക്കുന്ന പോലത്തെ ദുരൂഹതകളൊക്കെ? തീർച്ചയായും ഞങ്ങൾക്ക് എപ്പോഴും എന്നും ഉണ്ട്. അത് നമ്മുടെ ജീവിതകാലം മൊത്തം ഉണ്ടാവും. അത് ഇത്രമാത്രം കഷ്ടപ്പെട്ട് വളർന്നു വന്നിട്ട് ഒരു നിമിഷം കൊണ്ട് ഇത് ഭസ്മമാക്കി കളയാനത്തൊക്കെ മനസ്സിയ ഒരിക്കലും ഒരാൾക്ക് ഉണ്ടാവില്ല. രഞ്ജിത്ത് ഇപ്പം കഷ്ടപ്പെട്ട് ഒരു പൊസിഷനിൽ എത്തുന്നു, സ്വപ്നം കണ്ട ഒരു പൊസിഷനിൽ എത്തിക്കഴിയുമ്പോൾ അവിടെ നിന്ന് അങ്ങ് തീർത്തേക്കാവുന്ന ഒരിക്കലും കരുതില്ല. മാത്രമല്ല ജീവിതത്തിൽ പെങ്ങന്മാരുടെ ഉത്തരവാദിത്വം, അവരുടെ എല്ലാവരുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് പോകുന്ന ഒരാൾ ഞാൻ നഷ്ടപ്പെട്ടാൽ ഈ കുടുംബം മൊത്തം അനാഥമാകും എന്ന് കൃത്യമായി അറിയാവുന്ന ഒരാൾ. തീർച്ചയായും അത് വളരെ വ്യക്തമായിട്ടുണ്ടായിരുന്നു. ഓരോ പെങ്ങന്മാരുടെ കാര്യങ്ങൾ, പെങ്ങന്മാരുടെ മക്കളുടെ കല്യാണമൊക്കെ നടത്തി കൊടുത്തു മാമൻ വഴിയാണ്. എല്ലാവരുടെയും കാര്യങ്ങൾ നമുക്ക് ദൈവം പോലെയാണ് മാമൻ. ഒരു അത്താണി എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ധൈര്യമായിരുന്നു. മാമനിപ്പോൾ അമ്മയുടെ അടുത്തേക്ക് ഇടയ്ക്ക് പറഞ്ഞു, നീ എന്തിനാണ് പേടിക്കേണ്ട കാര്യം? ഞാൻ ജീവിച്ചിരിക്കല്ലേ, നീ എന്തിനാണ് പേടിക്കേണ്ട കാര്യം എന്നൊക്കെ അങ്ങനെ എല്ലാ പെങ്ങന്മാരുടെ അടുത്തും പറയുന്ന ഒരാളാണ്. ആളൊരിക്കലും ഈ പറഞ്ഞ മാതിരി അങ്ങനെ ഒരിക്കലും ഒന്നും ചെയ്യില്ല, അത് ഉറപ്പ്. എന്തോ മിസ് അണ്ടർസ്റ്റാൻഡിങ് പറ്റിയിട്ടുണ്ട്. ഇതെന്താണെന്നും നമുക്ക് എന്തെങ്കിലും ഒരു കാലത്ത് അത് തെളിഞ്ഞു വരുമെന്ന് ആരെങ്കിലും ഒരാൾ ആ സത്യം തുറന്നു പറയുമെങ്കിൽ എന്ന് വിചാരിച്ചിരിക്കണം. കുടുംബം മലയാള സിനിമയിലും തമിഴ് സിനിമയിലും ഒരു വലിയ സിംഹാസനം പിടിച്ചിട്ടിരുന്ന ഒരാളാണ്. വലിയൊരു മാമൻ്റെ ഒരു ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു മഴ പെയ്തിട്ട് തോർന്ന പോലൊരു അവസ്ഥയാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ. ഇപ്പം ഞങ്ങളെ സംബന്ധിച്ച് അത് വലിയ അത് ഭയങ്കര ഒരു മഴ വന്നിട്ട് ഇത് തോർന്നൊരവസ്ഥയാണ് ഞങ്ങളുടെ ലൈഫിലൊക്കെ സംഭവിച്ചത്. ശരിക്കും അതെല്ലാം നിങ്ങൾ ആസ്വദിച്ച് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അനവസരത്തിലുള്ളൊരു സസ്പെൻസ് ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്താണ്. മണിച്ചേട്ടൻ്റെ സിനിമാ ജീവിതം ഒരു സക്സസ് ആയിരുന്നു. കുടുംബജീവിതം സക്സസ് ആയിരുന്നു. കുടുംബജീവിതം ആൻറ്റിയൊന്നുമായിട്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അവർ തമ്മിൽ നല്ല സന്തോഷത്താണ്. നമ്മളെ സംബന്ധിച്ച് നമ്മൾ കാണുമ്പോഴൊക്കെ ഭയങ്കര സന്തോഷം കിട്ടിയ കാര്യങ്ങളൊക്കെയാണ്. പിന്നെ അതെന്താണെന്ന് നമുക്കത് എന്താ പറയുക, ഫ്രണ്ട്സിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് സ്വാഭാവികം. ഇപ്പം ആളുടെ മാത്രം ഒരു പ്രത്യേകത ഞാൻ കണ്ടതെന്ന് പറയുന്നത്, എല്ലാവരും ഇപ്പം ഞാൻ പല ആൾക്കാരായിട്ട് സംസാരിക്കുമ്പോഴും പല കൂട്ടുകാരന്മാരൊക്കെ ഒരു പ്രാവശ്യം കണ്ട് സംസാരിച്ച ആൾ വരും എൻ്റെ മണിച്ചേട്ടൻ എന്ന് പറയുന്നത്. എൻ്റെ മണിച്ചേട്ടൻ അതായത് ആളായിട്ടാണ് ഏറ്റവും കൂടുതൽ ബന്ധം എന്ന് പറയും. അവരാണ് അത് ഓരോരുത്തരും പറയുന്ന കാര്യം. അപ്പം ഞാൻ മണിച്ചേട്ടനായിട്ട് ഒരു ദിവസം കണ്ടിട്ടുള്ളൂ, പക്ഷേ അതെൻ്റെ മണിച്ചേട്ടനാണ്. ഞങ്ങൾ സംസാരിച്ച് അങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഇതാണ് അത് സ്വന്തമാണെന്നൊരു തോന്നൽ എല്ലാവരിലും ഉണ്ടാക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. എല്ലാവരും നമ്മൾ സംസാരിക്കുന്ന ആൾക്കാരൊക്കെ നമ്മളേക്കും കൂടുതൽ ബന്ധം അവർക്കായിരുന്നു എന്നുള്ളത് പറയുന്നൊരു സംഭവമൊക്കെ ഉണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലോകം ഉള്ളിടത്തോളം കാലം മലയാളികളും കലാകാരന്മാരും സ്റ്റേജും ഉള്ളിടത്തോളം കാലം മണിമാനം മറക്കില്ലെന്നുള്ള കാര്യം ഉറപ്പാണ്. മിന്നാമിനുങ്ങിൻ്റെ പാട്ടൊന്ന് പാടാം നമുക്ക് ഈ സമയത്ത് അദ്ദേഹത്തിനോട് ചെറുതായിട്ട് പാടാം. ഓക്കെ. മിന്നാമിനുങ്ങേ മിന്നും മിനുങ്ങേ എങ്ങോട്ടാണ് ഈ തിടുക്കം. നീ തനിച്ചല്ലേ, പേടിയാവില്ലേ, കൂട്ടിനു ഞാനും വന്നോട്ടെ. മിന്നാമിനുങ്ങേ മഴയത്തും വെയിലത്തും പോകരുതേ നീ, നാടിൻ്റെ വെട്ടം കളയരുതേ. നിഴല് പോൽ പറ്റി ഞാൻ കൂടെ നടന്നപ്പോൾ നീ തന്ന കുഞ്ഞു നുറുങ്ങുവെട്ടം. മിന്നാമിനുങ്ങേ മിന്നും മിനുങ്ങേ എങ്ങോട്ടാണ് ഈ തിടുക്കം. നീ തനിച്ചല്ലേ, പേടിയാവില്ലേ,
കൂട്ടിനു ഞാനും വന്നോട്ടെ മിന്നാമിനുങ്ങേ. നിങ്ങൾക്ക് തന്ന വെളിച്ചമാണ് നഷ്ടപ്പെട്ടത് അല്ലേ? നിങ്ങൾക്ക് നാടിന് നഷ്ടപ്പെടുത്തരുത് എന്ന് പറഞ്ഞ പാടിയ ആള് ആണ് നാടിന് നഷ്ടമായി പോയത്. നിങ്ങളുടെ വലിയ മിന്നാമിനുങ്ങിൻ്റെ വെളിച്ചമല്ല, നിങ്ങൾക്ക് വലിയൊരു സൂര്യൻ്റെ വെളിച്ചമാണ്. നിങ്ങളെ ഇരുട്ടിലേക്കാണ് ഇട്ട് കടന്നുപോയത്. സന്തോഷകരമായ കുറച്ച് ഓർമ്മകൾ ഞങ്ങൾക്ക് പങ്കുവെക്കുക. ഞാൻ ചേച്ചിയോട് ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ മരണത്തെക്കുറിച്ചോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ചേച്ചിയുടെ കണ്ണ് നിറയുന്നുണ്ട്. രഞ്ജിത്ത് പറയുന്നുണ്ട് അത് അങ്ങനെ കാര്യങ്ങളിലേക്ക് പോകണ്ട, അത്തരം ചോദ്യങ്ങൾ വേണ്ടാന്ന് പറഞ്ഞതുകൊണ്ട് നമുക്ക് അത്തരം ചോദ്യങ്ങൾ അധികം ചേച്ചിയോട് ചോദിക്കുന്നില്ല. പിന്നെ അപ്പോൾ സന്തോഷകരമായ കുറച്ച് കാര്യങ്ങൾ പങ്കുവച്ചിട്ടുള്ള നിങ്ങളെ ചിരിപ്പിച്ച കുറേ കാര്യങ്ങൾ പറയാമോ? ഞങ്ങൾ എന്ന് വെച്ചാൽ ഞങ്ങൾ രണ്ടുപേരാണ് സ്കൂളിൽ പോണത്. അപ്പോൾ പിന്നെ ഞാൻ ഇത്തിരി തടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്നെ അവൻ ഉണ്ടാന്ന് വിളിക്കുള്ളൂ. പിന്നെ ആ പിള്ളേരോടൊന്നും സംസാരിക്കാൻ അവൻ അനുവദിക്കില്ല. എൻ്റെ കൂട്ടുകാരോടായാലും ഒന്ന് വർത്താനം പറയാൻ അവർ ദേഷ്യമാണ്, അങ്ങനെയൊന്നും പറയണ്ടെന്നൊക്കെ പറയും. അവനടുത്ത ക്ലാസ്സിലാണ് അവൻ പഠിക്കുന്നത്. അപ്പോൾ അവന് പെട്ടെന്ന് വയറുവേദന വന്നപ്പോൾ ഞാൻ ഇപ്പുറത്തെ ക്ലാസ്സിൽ പഠിക്കണം. അപ്പോൾ അവിടുന്ന് പിള്ളേരുകൾ വന്നത് മണിക്ക് വയറുവേദന എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഓടിച്ചെന്നു കഴിഞ്ഞപ്പോൾ വയറുവേദന എടുത്ത ആൾ കിടക്കാണ്. അപ്പോൾ എന്തിടാ വയറുവേദന എടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അപ്പോൾ തന്നെ വീട്ടിലേക്ക് ഓടി. ഞാൻ വന്ന് സാറിനോട് പറഞ്ഞിട്ട് സാറ് ഞങ്ങളെ വയറുവേദന എടുത്ത് കിടക്കാണ്, അപ്പോൾ ഞാൻ വീട്ടിൽ പോയി അച്ഛനോട് പറഞ്ഞോട്ടെ എന്ന് പറയുമ്പോൾ പോയിക്കോ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഓടിപ്പോയി. കുറേ പോകണം, ഹെയർസ് സ്കൂളിൽ നിന്ന് കുറേ അങ്ങോട്ട് നടക്കും. അവിടെ നിന്ന് ഓടിപ്പോയിട്ട് ഞാൻ വീട്ടിൽ ചെന്ന് പറഞ്ഞുകൊണ്ട് അപ്പം അച്ഛ അങ്ങനെ മണി വയ്യാണ്ട് വയറുവേദന എടുത്ത് കിടക്കാണ്, അപ്പനോട് വേഗം വരാൻ പറഞ്ഞു ഞാൻ ഓടിച്ചെന്ന് അപ്പനോട് പറഞ്ഞിട്ട് അപ്പം തന്നെ ഓടി ഞാൻ ക്ലാസ്സിൽ കയറാണ്. എന്നിട്ട് അപ്പം വന്നിട്ട് നീ എന്താ ഞങ്ങളുടെ അടുത്ത് ഇരിക്കാമെന്ന് ചോദിച്ചിട്ട് അവൻ്റെ അടുത്ത് ഇരിക്കാൻ എന്താണെന്ന് ചോദിച്ചിട്ട് എന്നെ വന്ന് ഞാൻ എൻ്റെ ഉള്ളിൽ കൂടെ വന്ന് ചീത്ത പറഞ്ഞു കേട്ടപ്പോൾ അവൻ കേട്ട് അപ്പം തന്നെ അവളെ പോയി ചീത്ത പറഞ്ഞേ. അവൾ എൻ്റെ അടുത്ത് ഇരുന്നില്ല, അവൾ ക്ലാസ്സിൽ ചീത്ത പറയില്ലെന്ന് പറഞ്ഞു. അങ്ങനെ രസം. പിന്നെ എപ്പോഴും എന്നോട് പറയും നീയാണ് ഭക്ഷണം കഴിക്കുന്നത് കൂടുതൽ, അതുകൊണ്ടാണ് നീ എനിക്കുള്ളതും അവൾ കഴിക്കാണെന്ന്. അവളുടെ ഭാര്യ വന്നപ്പോൾ ഭാര്യയോട് പറഞ്ഞു നീ അവളും ഉണ്ടായിരുന്നു, അവളാണ് എനിക്ക് ഭക്ഷണം തരാതെ വയ്ക്കുന്ന ചോറൊക്കെ അവൾ കഴിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ തമാശയ്ക്കൊക്കെ പറയും. അങ്ങനെ പിന്നെ ഒരുപാട് നേരമൊന്നും ആളുടെ കൂടെ നമുക്കിരിക്കാൻ 16 വയസ്സിൽ കല്യാണം കഴിഞ്ഞല്ലോ. അപ്പം ഒരുപാട് സമയമൊന്നും ഇരിക്കാനും പറ്റില്ലല്ലോ നമുക്ക്. പിന്നെ അപ്പോഴേക്കും കല്യാണം കഴിഞ്ഞ് പോന്നു. വയറുവേദനയായിട്ട് പിന്നെ അപ്പം വന്ന് ചീത്ത പറഞ്ഞു. പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളൂ. പിന്നെ തല്ലുപിടുത്തം ഞാനും അവനും. അല്ല അച്ഛനെ പറഞ്ഞു മണി പറഞ്ഞില്ല. മണി പറഞ്ഞു അതിനിപ്പോ എന്താ അവൾ ക്ലാസ്സിൽ പോകണ്ടേ, അങ്ങനെ പറഞ്ഞു സമാധാനപ്പെടുത്തി അപ്പനെ വെച്ചെടുത്തു. അങ്ങനെ പിന്നെ എൻ്റെ ക്ലാസ്സിൻ്റെ റൂമിൻ്റെ ജനൽക്ക് വന്നിട്ട് അങ്ങനെ പറഞ്ഞ് ചീത്ത പറഞ്ഞു ഇട്ടാണ് അങ്ങോട്ട് പോയത്. അപ്പൊ പിന്നെ ഞാൻ മുന്നോട്ട് കുത്തിയിരുന്നു. അങ്ങനെ അപ്പാവൻ പറഞ്ഞു എന്തിനാ അവിടെ പോയി ചീത്ത പറഞ്ഞു, അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പൻ ചീത്ത പറയും, ടീച്ചർമാര് ചീത്ത പറയും. അച്ഛനെന്ന് വെച്ചാൽ ടീച്ചർമാര് മക്കളെ തല്ലണത് ഇഷ്ടല്ല. പിന്നെ ടീച്ചർമാര് തല്ലേപ്പിച്ച എൻ്റെ മൂത്ത ചേച്ചീനെ പിച്ചിട്ട് ആ ടീച്ചറടുത്ത് ചെന്നിട്ട് ചീത്ത പറഞ്ഞു. അച്ഛൻ ചോദിച്ചു ടീച്ചറൊക്കെ പ്രസവിച്ചതാണോ എന്നൊക്കെ വരെ ചോദിച്ചിട്ടുണ്ട്. അത്ര ഇഷ്ടാ മക്കളെ. ഇല്ല എന്നെ വഴക്കും പറഞ്ഞിട്ടില്ല, വഴക്കും അറിയില്ല. അപ്പനെല്ലാവരും നല്ല സ്നേഹമാണ്. കഷ്ടപ്പാടാണെങ്കിലും മക്കളോട് ഇഷ്ടക്കേടൊന്നും പറഞ്ഞിട്ടില്ല, ചീത്ത പറയുക വഴക്ക് പറയുക ഒന്നും പറഞ്ഞിട്ടില്ല. പിന്നെ നമ്മുടെ ബുദ്ധിമുട്ടുകളാണല്ലോ, അപ്പോൾ അതനുസരിച്ച് നമ്മളും ഒതുങ്ങി ജീവിക്കും. പിന്നെ ഒരു തല്ലിന്ന് വെച്ചാൽ ഞങ്ങൾക്ക് അന്ന് ടാർച്ച് കമ്പനിയിൽ ഒരു പിണ്ടം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു ഗ്ലൂക്കോസ് പൊടിയുടെ ആ സാധനമാണ്, അത് കരിയായിട്ട് വരുന്നത് എടുക്കാനും കത്തിക്കാനും നല്ലതാ. അപ്പം അങ്ങനെ എൻ്റെ ചേച്ചിമാർ വന്ന് ഇപ്പം അവരുടെ കൂടെ ഞാൻ പോയിട്ടുണ്ട്. അപ്പം ഞാൻ കൊച്ചാണ്. അപ്പം ചേച്ചിമാർ പിന്നാലെ പോയപ്പോൾ ഞാനും പോയി, അവരെ കൂടെ പോയി. പക്ഷെ ചേച്ചിമാർക്ക് പുഴയുടെ ഒറ്റത്തേക്ക് ഇപ്പം ഈ മണി പാടി എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, ആ പാടിയുടെ അതിക്കൂടെ മണപ്പുറത്തിൻ്റെ അതിക്കൂടെ പോകണം. അപ്പം ഈ മണലിക്കൂടെ ഇവർ അങ്ങോട്ട് പോയി അങ്ങോട്ട് എത്തിപ്പിടിക്കും ഞാൻ അവരെ പിന്നാലെ ഓടി എത്തിപ്പിടിക്കും. ചേച്ചിമാർക്ക് എന്നെ അങ്ങോട്ടും ഇങ്ങോട്ട് കാണാൻ പറ്റിയില്ല.
പക്ഷേ ഞാൻ ഒച്ചെടുത്ത് ചേച്ചിമാരെ എവിടെയാണെന്ന് ചോദിച്ചിട്ട് ഞാൻ ഒച്ചയിട്ട് കഴിഞ്ഞപ്പോൾ ചേച്ചിമാർ നീ അവിടെ നിന്നെങ്കിൽ നിനക്ക് വരാൻ പറ്റില്ല, അവിടെ നിന്നു. അപ്പോൾ ഒരു മണലാണല്ലോ, ഈ കാലിൽ ചെരുപ്പൊന്നും ഇല്ലല്ലോ. അപ്പം ഞാൻ ഈ കാല് പൊക്കും അടുത്ത കാല് വയ്ക്കും, അങ്ങനെ ഇരുന്ന് പോന്നിട്ട് ഞാൻ അവരെ കാണാണ്ടായപ്പോൾ തിരിച്ചു പോന്നു. അപ്പം ഞങ്ങളുടെ മൂലയ്ക്ക് തന്നെ ഒരു പീടികയുണ്ട്. ആ പീടികയിൽ അവർ പറഞ്ഞു വഴി അറിയും, അങ്ങോട്ട് പോയ വഴി പിന്നെ ഇങ്ങോട്ട് പോരുമ്പോൾ എനിക്കറിയില്ല. അങ്ങനത്തെ ആ പ്രായത്തിലാണ് പോയത്. അപ്പം ഞങ്ങൾ അവിടെ അടുത്ത് ഒരു വീട്ടിൻ്റെ ആ കടയുടെ ആ ചേട്ടൻ പറഞ്ഞു, രാമൻ്റെ മോള് അങ്ങാണ്ട് പോയിട്ട് തിരിച്ചു പോകുന്നുണ്ട്. അതെന്ന് വെച്ചാൽ ഈ വിറകും അറക്കപ്പൊടി കൊണ്ടുവരുന്ന ഒരു വലിപ്പുണ്ട്. ആ വലിപ്പൻ ഈ വഴിക്ക് പോകണുണ്ടപ്പോൾ ആ വഴിയുടെ പിന്നാലെ കൂടി ഓടിപ്പോന്നു. അങ്ങനെയാണ് വീടിൻ്റെ പടി എത്താറപ്പടി വീടെന്ന് അറിയാൻ പറ്റുള്ളൂ. ആ പ്രായത്തിലാണ്. അപ്പം അന്ന് വൈകുന്നേരം പണിയേറി വന്നിട്ട് ഇങ്ങനെ സംഭവിച്ചപ്പോൾ എന്നെ ഈ 2 ചേച്ചിമാരും എന്നെയും ഇങ്ങനെ ഇറയത്ത് നിർത്തിയിട്ട് ഒരു ഈർക്കൽ കോലെടുത്തിട്ട് വന്നിട്ട് ഒരടി അടിച്ചെന്ന് പറഞ്ഞോളൂ. ഈ ചേച്ചിമാരുടെ കൂടെ ഇവളെ നിങ്ങളെ കൊണ്ടുപോകാൻ പറഞ്ഞാരാ, പിന്നെ എന്നോട് ചോദിച്ചു നിന്നോട് ആരാ ഇവരുടെ കൂടെ പോകാൻ പറഞ്ഞാൽ അങ്ങനെ ചോദിച്ചു. ഒരടി കിട്ടിയിട്ടുള്ളൂ. പിന്നെ ഞങ്ങളെ വഴിക്ക് പറഞ്ഞിട്ടില്ല. മണിന്ന് പോയി എന്തെങ്കിലും സംഭവിച്ച അങ്ങനെ ആ ഒരു പ്രശ്നം മാത്രമേ. മണിയെന്ന് വെച്ചാൽ ജീവനാണ്. എൻ്റെ മൂത്താങ്ങൾ ഇത്തിരി കുടിക്കായിരുന്നു. അപ്പം മൂത്താങ്ങൾ ഇത്തിരി പ്രശ്നമൊക്കെ ഉണ്ടാക്കും. അപ്പം ആ ചേട്ടനും ബൾക്കോറും ബിബനും ഞാനും കയറിയിട്ട് അവിടെ ഇപ്പം ഇങ്ങനെ പറയും. അപ്പം മണിയെന്ന് വെച്ചാൽ മണി പൊങ്കി വന്നപ്പോൾ സമാധാനമായി അപ്പന്. മണിയല്ലാത്തില്ല ഒരു ഉയർച്ച കാണാൻ പറ്റി. പറ്റി ഫോറിനിലൊക്കെ പോയി. ആൾക്ക് ഫോറിനിലൊക്കെ ആ സമയത്ത് പോയി. അപ്പനെ കൊണ്ടുപോകല്ല, പോയിട്ട് മോതിരമൊക്കെ മേടിച്ചുകൊണ്ടുവന്ന് അപ്പൻ അന്ന് ഈ 50 പൈസയുടെ മോതിരങ്ങൾ ഇങ്ങനെ തട്ടാന് ഇത് കെട്ടാൻ ഒരു മോതിരമുണ്ട്. അത് അപ്പൻ്റെ കൈമിട്ട് കഴിഞ്ഞാൽ സ്വർണം പോലെ തിളങ്ങും. അപ്പം അപ്പന് മോതിരം മേടിച്ചു കൊടുക്കുന്നത് മണിക്കും ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം മണി എന്നിട്ട് പോറിയിൽ പോയി വന്നപ്പോൾ അപ്പനൊരു മോതിരം, അമ്മയ്ക്ക് മാല, വള, അങ്ങനെയൊക്കെ സംഭവങ്ങളൊക്കെ കൊടുത്ത് എല്ലാം സന്തോഷമായി. ജീവിച്ച് കൊതി തീർന്നിട്ടാണോ മരിച്ചത്? അത് അല്ല, അതാണ് നിങ്ങൾക്കൊരു വിഷമം. അല്ല, പുള്ളിക്ക് സ്വയം ജീവിക്കാനോ, നിങ്ങളൊക്കെ ജീവിച്ച് കാണാനായിരുന്നു. അതെ. അപ്പൊ ഞാൻ പറഞ്ഞേ മോനെ പിള്ളേര് നീ എന്തിനാ ഇപ്പൊ രഞ്ജിത്ത് പറഞ്ഞ നീ എന്തിനു പേടിക്കണ, ഞാനില്ലേ കൂടെ, നിന്റെ മോന്റെ കല്യാണം ആകുമ്പോ നിനക്ക് എന്താ വേണ്ടെന്ന് വെച്ച് ഞാൻ ചെയ്തുതരാം എന്നൊക്കെ പറഞ്ഞു. മണ്ണൊക്കെ എടുത്തു കഴിഞ്ഞപ്പോ ആള് പറഞ്ഞു എങ്ങും പോണ്ടടി, നിനക്ക് ഞാൻ കോൾ കിണറടിച്ചു തരാം, എന്നിട്ട് നീ പരവച്ചു. അങ്ങനെ കിണറടിച്ചു തന്നു. അതിന് പൈസ കിണറടിച്ച് കഴിയാറായപ്പോഴേക്കും ആള് വന്നു, പൈസ തന്നു. 25,000 രൂപ തന്നു. ആ പൈസ അപ്പം തന്നെ അങ്ങോട്ട് കൊടുത്ത് വെള്ളം കണ്ടു. ഇഷ്ടംപോലെ വെള്ളമുണ്ട്. ഇന്നേ വരയ്ക്കും വെള്ളത്തിന് ഒരു ബുദ്ധിമുട്ടും വന്നില്ല. വെള്ളത്തിൻ്റെ കാര്യം പറയുമ്പോൾ വെള്ളം എടുക്കുമ്പോഴും മണീനോർക്കും. അങ്ങനെ പിന്നെ ആളുകൾ വിശേഷങ്ങൾ ഞങ്ങൾ ചെല്ലുമ്പോഴേ കറിയിൽ ചോദിച്ചാൽ ഇവിടെ വന്ന് കറി വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ദിവസം വന്നിട്ട് അങ്ങനെ ഇപ്പൊ സിനിമയിലൊക്കെ കയറിയേക്കണ ആൾക്ക് ആ ദിവസം മറക്കില്ല. അത് നിങ്ങളുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. എന്താ പറയാ, ഈ മണിയമ്മാവനും ദാസേട്ടനും പിന്നെ SP ബാലസുബ്രഹ്മണ്യം സാറും ഉള്ള ഒരു വേദി കണ്ടിട്ടുണ്ടോ? കൊല്ലത്തായിരുന്ന പ്രോഗ്രാം ആസ്വദിക്കുക. ആ ദിവസം അതേ കോസ്റ്റ്യൂമിന് ആ ദിവസം രാവിലെ അങ്ങോട്ട് പോയതാ. കൊല്ലത്തായിരുന്നു പ്രോഗ്രാം, ഗവൺമെൻറ്റിൻ്റെ ഒരു ഷോ പ്രോഗ്രാമാണ്. ആ പോകുന്ന വഴിക്ക് ആള് പറഞ്ഞു പെട്ടെന്ന് അവിടെ എവിടെ ജംഗ്ഷൻ ഉണ്ട്, കരയാമ്പറമ്പ് എന്ന് പറഞ്ഞ കവലയിൽ നിന്ന് കട്ട് ചെയ്തിട്ട് വണ്ടി ശാന്തയുടെ വീട്ടിലേക്ക് പോട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ കൂട്ടുകാരന്മാർ ഡ്രൈവറൊക്കെ ചോദിച്ചു എല്ലാം ചേട്ടാ അവിടെ പരിപാടി, വണ്ടി പോട്ടണം അങ്ങോട്ട് പോട്ടണമെന്ന് പറഞ്ഞു. നേരെ ഇങ്ങോട്ട് വന്നു. ഇവിടെ വന്ന് അന്ന് ഞങ്ങൾ അപ്പുറത്ത് വീട്ടിൽ താമസിക്കാം. ആള് വന്ന് രാവിലെ വന്ന് അപ്പോഴേക്ക് ആൾ കൊച്ചു പാട്ട് പാടിയുണ്ടായിരുന്നു. അമ്മു ലക്ഷ്മി മോള് ഭക്തിഗാനം പാടിയുണ്ടായിരുന്നു. ആ ഭക്തിഗാനം അമ്മേനെ കേൾപ്പിക്കാൻ വേണ്ടി വന്നതാ. ശരിക്കും പറയുകയാണെങ്കിൽ അന്ന് വീട്ടിൽ ചെറിയൊരു സെറ്റപ്പാണ്, കാസറ്റിൻ്റെ കാലഘട്ടമാണ്. ആ കാസറ്റ് കേൾക്കുന്ന സമയത്ത് അപ്പോൾ പുള്ളി വണ്ടിയിൽ തന്നെ വീടിൻ്റെ ഫ്രണ്ടിൽ വണ്ടി നിർത്തിയിട്ടിട്ട് ആ വണ്ടിയിൽ എടി കയറിയെന്ന് പറഞ്ഞ് അമ്മേനെ വിളിച്ച്. അപ്പോഴേക്കും ഞാനും വന്ന്, അച്ഛനും ഉണ്ടായിരുന്നില്ല, അനിയനും ഉണ്ടായിരുന്നില്ല. ആള് പാട്ടൊക്കെ കേൾപ്പിച്ചെന്ന്. ആള് പാട്ട് കേൾപ്പിച്ചു തരാ എന്നത് ഭയങ്കര സന്തോഷമായിരുന്നു പുള്ളിക്ക്. അതിൻ്റെ അഭിപ്രായം ചോദിക്കുക, നല്ലതാണ് അതെന്ന്. അത് പ്രത്യേകിച്ച് അമ്മ പാടിയതുകൊണ്ട് പ്രത്യേകിച്ച് അമ്മേനെ കേൾപ്പിക്കണം എന്നുള്ളതും കൊണ്ടും ആള് വന്നതാണ്. അന്ന് പുള്ളി വന്നു കഴിഞ്ഞപ്പോൾ
കടല കൂട്ടാൻ കറി എന്താ കറി വെച്ചതെന്ന് ചോദിച്ചു. അപ്പം കടലക്കറിയാണെന്ന് പറഞ്ഞു. കടലക്കറി അന്ന് എടുക്കാൻ പോകുന്ന കടലക്കറി എടുത്ത് പുള്ളി ഇട്ടിട്ട് ഇതിൽ ഭയങ്കര ഉപ്പുള്ളടി, നീ ഇങ്ങനെയാണ് പിള്ളേർക്ക് വെച്ച് കൊടുക്കണേന്ന് ചോദിക്കാണ്. അപ്പോൾ പറഞ്ഞു അത്. അപ്പം ഞാൻ പറഞ്ഞു ഇടയ്ക്കിടയ്ക്ക് ഇവിടെ കൂടുതൽ പതിവാണെന്ന് പറഞ്ഞു. നിനക്ക് ഞാൻ കറി വെച്ച് കാണിച്ചു തരാം. എടാ ബീഫോ ചിക്കൻ എന്ത് കിട്ടണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എന്താ എനിക്ക്. പുള്ളി പൈസ ഒന്ന് പുള്ളിയുടെ വണ്ടി ഇട്ടിട്ട് എളൂർക്കാവിലേക്ക് പോയിട്ട് ബീഫ് വാങ്ങിച്ചുകൊണ്ടിരുന്നു. പുള്ളി ഒന്ന് വീട്ടിൽ ചെറിയ ഇതാണ്, അടുക്കള ചെറിയതാണല്ല, ഭയങ്കര ചൂടാ. ഇവിടെ നിന്ന് വെക്കാൻ പറ്റില്ല. ഒരു കാര്യം ചെയ്യാം, പുറത്ത് വന്നിട്ട് മുറ്റത്ത് അപ്പോഴേക്കും ആൾക്കാരൊക്കെ വന്നു, അവിടെ നാട്ടുകാരൊക്കെ വന്നു. മുറ്റത്ത് കറി വെച്ച് പുള്ളി അവിടെ നിന്ന് ഏകദേശം ഒരു 9:30 മണി 10 മണി വരുന്ന സമയത്ത് വന്നിട്ട് പോയത് പുള്ളി 2 മണി 2:30 കറിയൊക്കെ വെച്ച് അല്ല അച്ഛൻ ഒന്ന് പണിക്ക് പോയായിരുന്നു. അങ്ങനെ കുപ്പിയൊന്നും കൊണ്ടുവന്നിട്ടില്ല. അല്ല ആളുടെ കൂട്ടുകാരുണ്ടായിരുന്നു. അപ്പൊ പുള്ളി അങ്ങനെ അല്ല ആള് ഭയങ്കര ഇതാണ്. അത് കുറെ കാലം ശേഷം പുള്ളി അന്ന് തിരക്കുള്ളൂ, പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നമുക്കൊക്കെ അന്ന് ഭയങ്കര വിഷമായിരുന്നു. എന്താണ് മാമൻ വരാത്ത എന്താണെന്ന് എല്ലാ പെങ്ങന്മാർക്കും ഉണ്ട്. പക്ഷെ പുള്ളി അത്രയ്ക്ക് ഓരോ സെറ്റിൽ നിന്ന് ഓരോ സെറ്റിലേക്ക് ഓടിക്കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു എന്നൊക്കെ. പക്ഷെ നമ്മൾ എല്ലാ പരിപാടിക്കും അവിടെയുണ്ട്. നമ്മൾ ചെന്നില്ലെങ്കിൽ ഇപ്പം നമ്മൾ വെക്കേഷൻ സമയത്തൊക്കെ അവിടെ ചെന്നില്ലെങ്കിൽ ഇപ്പം ചിലപ്പോൾ അച്ഛൻ വന്നിട്ടുണ്ടാവില്ല, എന്ത് അളിയന്ത് വരാറുന്നത്, അല്ലെങ്കിൽ വലിയച്ഛന്മാരും വലിയപ്പന്മാരും വന്നിട്ടുണ്ടാവില്ല, എന്താ വരാത്ത, പുള്ളി വിളിച്ചുകൊണ്ട് വരാൻ പറയും. അങ്ങനെ ഭയങ്കര ആഘോഷമാണ്. ചിലപ്പോൾ ഒച്ചപ്പാടും ബഹളവും ഉണ്ടാവും. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സാധാരണക്കാരുടെ ഫാമിലി ഉള്ളൂ. ചിലപ്പോൾ ആരും ഒരാൾ പറഞ്ഞ ഒരാൾക്ക് ഇഷ്ടപ്പെടില്ല, ഒരാൾ പറഞ്ഞ ഒരാൾക്ക് ഇഷ്ടപ്പെടില്ല. അപ്പൊ ചില അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരം ഉണ്ടാവും, കാര്യങ്ങളുണ്ടാവും. അതായത് പുള്ളി അതിലിടപെടും. അപ്പൊ അങ്ങനെ ആരും അത് മാറ്റി എടുത്തില്ല. ഇതെന്റെ അളിയനാണ്, ഇതെന്റെ പെങ്ങൾ, ഇതെന്റെ വീട്ടിൽ. അതൊരു കാര്യത്തില് മണിയനെ പോലെ ഒരാളില്ല. അത്ര എന്തായാലും നമ്മൾ പഠിച്ച് ഇങ്ങനെ നിന്നാലും പുറത്തുനിന്നൊരു ആളുടെ സ്റ്റേജിൽ നിൽക്കുന്ന ആൾ വന്നത് അപ്പം തന്നെ നമ്മൾ പരിചയപ്പെടുത്തും. അതൊരു കാര്യത്തിൽ മണിയനെ ഓർത്തോളം വേറൊരാൾക്കുണ്ടാവില്ല. അത് ചില ആൾക്കാർ നമ്മളോട് പഠിച്ച ആൾക്കാർ ഇത്ര ജോലി കാര്യങ്ങളൊക്കെ നമ്മളെ കണ്ട് മൂത്ത് പോകുമോ? ഇപ്പൊ നമ്മുടെ അനുഭവത്തിൽ നമ്മളെ കാലത്ത് മണിക്കങ്ങനെ ഇതുണ്ടായിട്ടില്ല. അത് എത്ര നമ്മളെങ്ങനെ എത്ര ഇതായി ചെന്നാലും ആള് വിളിച്ചിട്ട് ഇത് ഇന്ന ആളാണ്, ഇതാണ് എന്നെ, ഇത് ഇന്ന ആളാണ്, അത് പറയാൻ അതൊരു കാര്യത്തില് ആളെ കൂട്ടോളം. ആള് പിന്നെ സിനിമ കാര്യങ്ങളൊക്കെ ആയി കഴിഞ്ഞപ്പോ ആള് കാശും കാര്യങ്ങളും ഇപ്പൊ ഉത്സവങ്ങൾ നടത്തി. നമ്മുടെ അമ്പലത്തിൽ ഒരു ഉത്സവം അത് വെച്ചപ്പോ മോനെ എന്തിനാടാ ഇത്രയും പൈസ ഒക്കെ ചെലവാക്കി ഇങ്ങനെയൊക്കെ ഓരോരോ ആഡംബരമായ കാര്യങ്ങൾ നടത്തണമെന്ന് വെച്ചാൽ എല്ലാവരും കാണട്ടേടി, എല്ലാവരും കണ്ട് സന്തോഷിക്കട്ടെ. അവരിങ്ങൊരു ഒരു സ്ഥലങ്ങളിൽ പോയി കണ്ടിട്ടില്ലല്ലോ. അപ്പം നമ്മുടെ നാട്ടിൽ വന്ന് നമുക്ക് ഇതേമാതിരി ഭംഗിയായിട്ട് കാര്യങ്ങൾ നടത്തി അവർ കണ്ട് സന്തോഷിക്കട്ടെ എന്ന് പറയും. അപ്പൊ ഞങ്ങൾക്കും കാണാം, ഞങ്ങളും പോയിട്ടില്ലല്ലോ. ഞങ്ങൾക്ക് സന്തോഷം. ഞങ്ങളും അതിൽ ചെന്ന് ആ കാര്യങ്ങളൊക്കെ കാണാനും അമ്പലത്തിലേക്ക് താലം കൊണ്ടുപോകാനും അങ്ങനെയുള്ള കാര്യങ്ങൾ കാഴ്ചകളെന്ന് വെച്ചാൽ ഒരുപാട് ഐറ്റങ്ങളാണ്. കളികള്, തിരുവാതിരക്കളി, പിന്നെ ആട്ടക്കളി, തമിഴ്നാട്ടിൽ ഓട്ടം തുള്ളല്, പിന്നെ ഇപ്പൊ അമ്പലങ്ങളിൽ കാവടി ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ കംപ്ലീറ്റും വീട്ടിൽ കൊണ്ടുവരും. പിന്നെ ശിങ്കാരിമേളം, നാടൻപാട്ട്, എല്ലാം നമ്മള് കാണാത്ത ഒരു ഐറ്റം ഇല്ല. ഞങ്ങൾക്ക് കണ്ട് എത്തിപ്പെടാൻ പറ്റില്ല. ഞങ്ങൾ ഏറ്റവും വീട്ടിൽ നിന്ന് പോരുമ്പോ ആ ഫ്രണ്ടിലെ ആസ്പത്രി പഠിക്കുക തന്നെ തുടങ്ങിയിട്ടുണ്ടാവും ഓരോ കാര്യങ്ങൾ. അത് നമുക്ക് കാണാൻ കിട്ടൂല. ഇടയ്ക്ക് പിടിച്ച് വഴക്കൊക്കെ പറയാറുണ്ടോ? ഇല്ല, അങ്ങനെയൊന്നുമില്ല. കുട്ടികളുടെ കാര്യങ്ങള് അവനോട് പറഞ്ഞ ഒരു കാര്യം അല്ല, അതൊന്നും ചോദിക്കാറില്ല. അത് രക്ഷപ്പെടുത്തൂല. അങ്ങനെയായിരുന്നു ആ മക്കൾക്ക്. അതെ അതെ. അപ്പൊ എൻ്റെ മക്കളെ നോക്കാൻ അവനുണ്ടല്ലോ, നമുക്ക് പേടിക്കണ്ടല്ലോ. ഒരു രാജാവ് തന്നെയായിരുന്നു. അപ്പോൾ ആളുണ്ടെങ്കിൽ പിന്നെ ഒന്നിനും എൻ്റെ മക്കളിപ്പോൾ പുറത്ത് അങ്ങനെ ഒരു ധൈര്യം ഉണ്ടായിരുന്നു. എൻ്റെ മക്കൾ പുറത്ത് പോയാലും നമുക്ക് സമാധാനമായിട്ട് വീട്ടിലിരിക്കാം. എന്ത് വന്നാലും നമുക്കത് തരുണം ചെയ്തു തരാൻ ഒരാൾ കൂടെ ഉണ്ടല്ലോ എന്ന് വിചാരിച്ചു. പക്ഷെ അത് മൺമറിഞ്ഞ് പോയി. എൻ്റെ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും നമുക്ക് ഉണ്ടാവണുണ്ട്. തീർച്ചയായിട്ടും ഓരോ നിമിഷവും നമ്മൾ വേർപാട് മറക്കില്ല. കാരണം അമ്മയുടെ സ്ഥാനത്താണ്.
അല്ല എന്ന് വെച്ചാൽ അമ്മയുടെ ചേച്ചിയല്ലേ, അമ്മയുടെ സ്ഥാനത്തുള്ള ആളാണ്. മക്കളും കൊച്ചുമക്കളും ഒക്കെ എല്ലാരും ആരും ഒരു അലമ്പന്മാരായി. അതൊരു ഭാഗ്യം തന്നെയാ. അത് കുടുംബത്തിന്റെ അച്ഛന്റെ ഒരു അതെ. എന്റെ മാമന്റെ മക്കളായാലും ആരും അങ്ങനെ ഒരു അതൊരു ഭാഗ്യം തന്നെ എല്ലാവർക്കും ഉണ്ട്. അത് അതോ മാത്രം നമുക്ക് സമാധാനം സന്തോഷം. പുള്ളിക്ക് സന്തോഷമായിരുന്നു. കാരണം അങ്ങനെ ഒരു അലമ്പുണ്ടാക്കുന്നില്ലല്ലോ ആരും. അത് ആണിലും ഇല്ല പെണ്ണിലും ഇല്ല. ഇല്ല, ഇതിപ്പോ ഏറ്റവും വലിയ വാക്കെന്ന് പറഞ്ഞാല് ഇത് അമ്മയുടെ സ്ഥാനമാണ്. പക്ഷെ ചേട്ടൻ എന്ന് പറഞ്ഞാൽ വന്നു കയറിയ ആളിന് മണിച്ചേട്ടനെ കുറിച്ച് ഇത്രയും നല്ലൊരു അഭിപ്രായം ഉണ്ടെങ്കിൽ അപ്പൊ ആളിന്റെ ആ ഒരു മഹത്വം എത്രമാത്രം ഉണ്ടെന്ന് നമ്മൾ മനസ്സിലായി. നമ്മളിപ്പോ മലയാളികളോട് അദ്ദേഹത്തിന്റെ മഹത്വം പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യം ഞങ്ങളുടെ ചാനലിൽ ഇല്ല. ശരിയാട്ടോ, അത് പെങ്ങന്മാരുടെ മക്കളിൽ എന്തെങ്കിലും അതായത് മക്കളമ്മയുടെ പെങ്ങളുടെ മുന്നിൽ ചെയ്തെന്ന് പറയുമ്പോൾ അത് കേൾക്കുമ്പോൾ നമുക്ക് എന്തോരം ഒരു അങ്ങനത്തെ ഒരു വാക്ക് ഞങ്ങളുടെ മക്കളിൽ നിന്ന് ആരുന്നില്ല. അളിയന്മാരുടെ മക്കളിൽ നിന്ന് ഇപ്പൊ എന്റെ ചേച്ചിമാരുടെ മക്കളും ഇല്ല. നമ്മള് ഇപ്പൊ ഏറ്റവും കൂടുതൽ സന്തോഷപ്പെടുന്ന വെച്ചാൽ നമ്മുടെ ആങ്ങളയുടെ പേരില് നമുക്ക് എവിടെ പോയാലും ഞാൻ മണിയുടെ പെങ്ങളാലും മണിയുടെ പെങ്ങളുടെ കുട്ടിയാണ്. ആ ഒരു വില നമുക്കുണ്ട്. അത്രേ ഉള്ളൂ. അതാണ് നമുക്ക് ഏറ്റവും. ദൈവം കുറച്ച് ആയുഷ കൊടുത്തോണ്ട് വന്നു മാത്രമേ. 80 വയസ്സ് വരെ ചെയ്തു തീർക്കേണ്ട കാര്യങ്ങളെല്ലാം അദ്ദേഹം ചെയ്തു തീർത്തിട്ടാണ്. ഇപ്പോൾ പിന്നെ ഇപ്പോഴും ഒരു അപവാദം അവരുടെ കുടുംബത്തിനെ പറ്റിയിട്ട്. കാരണം പാവങ്ങൾ അവര് അമ്മയും മോളുമായിട്ട് താമസിക്കുകയാണ്. കുറെ ആൾക്കാർ ഇപ്പോഴും അവരിലേക്ക് ഒരു ആരോപണം ഉന്നയിക്കുന്നുണ്ട്. അതും പറയുന്നുണ്ട്. പക്ഷെ അത് നമ്മള് എന്താ പറയാ, അതിനൊന്നും പറയാനില്ല. കാരണം അവരും ഇപ്പൊ നമ്മളെപ്പോലെ ആങ്ങളെ പോയ വിഷമം നമുക്ക്, അവർക്കും അച്ഛൻ പോയ വിഷമം, ഭർത്താവ് പോയ വിഷമം, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. ജനം പറയണത് തെറ്റ് ആണ്. നമ്മൾക്ക് അത്രേ വിശ്വസിക്കാൻ പറ്റുള്ളൂ. നമ്മൾ അവരെ കുറ്റം പറയണ്ട. കാരണം നമുക്കൊന്നും പറയാൻ പറ്റില്ല. അത് അവരുടെ അവസ്ഥ അങ്ങനെ ആയിപ്പോയി. നമ്മുടെ നമ്മളിപ്പോ ഒരു കുടുംബമായിട്ട് നമ്മളിവിടെ ജീവിക്കണം. അവര് ഇപ്പൊ മോള് എവിടെ പോയാലും അമ്മ കൂടെ പോകണം. അതാണ് അവരുടെ അവസ്ഥ. അപ്പൊ നമ്മളത് കാര്യം മരിച്ചു പോയപ്പോൾ നമ്മളിത്തിരി എന്താ നോക്കിയില്ല അന്വേഷിച്ച് അങ്ങനെയൊക്കെ പറഞ്ഞ് ഇത്തിരി വിഷമിച്ചിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞ് നമ്മളിപ്പോ അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു. കല്യാണം കഴിച്ചു വന്നൊരു കുട്ടി, അവരുടെ വേദനയിൽ നിങ്ങൾ നാത്തുവിനോട് നിങ്ങൾക്ക് സഹതാപം തന്നെയാണ്. പക്ഷെ അത് ജനങ്ങൾ ശരിയായിട്ട് അതിനകത്ത് വല്ലാതെ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. കാരണം അവര് തെറ്റാണ്. ഇപ്പൊ ഈ മോള് ഡോക്ടറായി, ഇപ്പൊ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുകയും അഭിമാനിക്കുകയും ചെയ്യേണ്ട ഒരു അവസരത്തിലാണ് ഇല്ലാതെ പോയത്. അത് തീർച്ചയായിട്ടും ആ മോക്കും ഒരു വിഷമമാണ്, പിന്നെ പുള്ളിക്കാരിക്കും ഒരു വിഷമമാണ്. ഇങ്ങനെ ഇല്ലാതെ ആയി പോയല്ലോ. അവര് അവിടെ സന്തോഷിക്കട്ടെ, അവനവിടെ കണ്ട് സന്തോഷിക്കണ്ടെന്ന് വിചാരിക്കുന്നു. മോളിങ്ങനെ ഡോക്ടർക്ക് പഠിച്ച് അച്ഛൻ്റെ ആഗ്രഹം ഞാൻ നിറവേറ്റാണെന്ന് പറഞ്ഞു. അവള് പഠിച്ചു, ഇത്രയായി. ഇനിയിപ്പോൾ പ്രാക്ടീസിന് അവിടെ കയറിയിട്ടുണ്ട്. പിന്നത്തെ കാര്യങ്ങളൊക്കെ നേരിൽ ഇപ്പം വീട്ടിൽ താമസമില്ല. കാരണം വെച്ചാൽ അവർ പ്രളയം വന്നിട്ട് പോയി. പിന്നെ ഈ ജനം മുഴുവനും വന്നുകൊണ്ടിരിക്കുമ്പോൾ അവർക്കും പേടിയായിരുന്നു. ജനത്തിൽ ഈ പറഞ്ഞ മാതിരി സംശയങ്ങളാണല്ലോ. അപ്പം ആരെ കല്ലെടുത്തെറിയണ മണിയുടെ വീട്ടിലേക്ക് ആരും ഒന്നും ചെയ്യില്ല, അത് വേറെ കാര്യം. എന്നാലും അവർക്ക് പേടി ഉണ്ടാവുമല്ലോ. മീഡിയ ഒക്കെ അവർക്ക് അനുകൂലമായിട്ടല്ല എഴുതിക്കൊണ്ടിരുന്നത്. അവരെ ഒരു വില്ലൻ പരിവേഷത്തിലാണ്. അതുപോലെ തന്നെ അവരുടെ അച്ഛനെയും വില്ലനായിട്ടാണ് കരുതി വെച്ചിരുന്നത്. ഉണ്ടായിട്ടുണ്ട്. കാരണം മണി ഉള്ളപ്പോൾ തന്നെ ഞാനും അവിടെ ചെന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കുറച്ച് ആൾക്കാരുകൾ വേറെ അവിടെ വന്നിരിപ്പുണ്ടായിരുന്നു. അപ്പം മണി അങ്ങോട്ട് കയറി വാതിലടച്ചിട്ടുള്ളൂ. വാതിലടച്ചപ്പോഴേക്കും അച്ഛൻ ഇങ്ങോട്ട് വന്നിട്ട് വേഗം വാതിലടച്ചു. അച്ഛൻ ഇങ്ങോട്ട് വന്ന് വേഗം വാതിലടച്ചു കഴിഞ്ഞപ്പോൾ ഞാനിങ്ങോട്ട് ഇറങ്ങിപ്പോരാണ്. അച്ഛൻ ഇങ്ങോട്ട് കയറി വന്നപ്പോഴേക്കും അച്ഛൻ വന്നു കഴിഞ്ഞപ്പോൾ ഇപ്പം വാതിലടയ്ക്കുന്ന ഒച്ച കേട്ടോ കഴിഞ്ഞപ്പോൾ ഇപ്പം ഇങ്ങോട്ട് തിരിച്ചു വന്നു. ഈ തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ എന്ത് വാതിലടച്ചേ? അവിടെ ആരണ്ട് വന്നിട്ടുണ്ട്. അതിന് അച്ഛൻ വാതിലടയ്ക്കണമെന്നിന് എന്നും പറഞ്ഞിട്ട് അവൻ ആ വാതിൽ തുറന്ന് കണ്ട് ആരെ വന്ന് എന്താ ആവശ്യം എന്ന് ചോദിച്ചറിഞ്ഞ് മനസ്സിലാക്കി. ഞാൻ നിങ്ങൾ പിന്നെ വാട്ടാ, എനിക്കിപ്പോൾ തിരക്കുണ്ട് എന്ന് പറഞ്ഞാൽ അവർ സമാധാനമായിട്ട് വിട്ടു. ഇവൻ കയറി കിടന്നു പറഞ്ഞു. ഞാൻ എൻ്റെ വീട്ടിലേക്ക് തറവാട്ടിലേക്ക് പോകുന്നു. അപ്പം ഈ അച്ഛന് അങ്ങനെ ഒരു ദേഷ്യം അവനുണ്ട്. അവനുള്ളപ്പം വേണ്ടെന്ന് ഇല്ല എന്ന് പറഞ്ഞ് വിടേണ്ടതാണ് അവന് ഏറ്റവും ബുദ്ധിമുട്ടായിരുന്നു. ജനങ്ങളോടൊപ്പം വളർന്നു വന്ന ഒരാള് ഒരു മിനിറ്റ് പോലും ആഗ്രഹിക്കില്ല. വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉടനടി മുണ്ട് മാറിയിട്ട് ആള് ആസ്വദിക്കാൻ വന്ന് നിൽക്കും. ഓട്ടോക്കാരോട് കൂടും. അതെ. പിന്നെ എന്താ വെച്ചാൽ അവൻ അച്ഛനും അമ്മയും വിചാരിക്കണം എന്താ ഇപ്പം ക്ഷീണം കഴിഞ്ഞ് വരണം, അങ്ങനെയാണ് കരുതുന്നത്. അതിപ്പം രഞ്ജിത്തായാലും രഞ്ജിത്ത് നാളെ തിരക്കുള്ള നടന്നായി കഴിഞ്ഞാലും അവന് 2 ദിവസം കഷ്ടപ്പെട്ട് വരികയാണ്, അല്ലെങ്കിൽ
മോൻ കിടന്ന് ഉറങ്ങി ആളില്ല കേട്ടോ പൊക്കോ പിന്നെ അങ്ങനെയാണ് സംഭവിക്കുന്നത്. പക്ഷെ കേൾക്കണവർക്ക് കണ്ടവർക്കും അത് അയാളും തൊട്ട മനുഷ്യൻ അങ്ങനെയൊക്കെ വിചാരിക്കും. അത്ര പക്ഷെ സാധാരണക്കാരൻ ഒത്തിരി പേര് രോഗങ്ങളൊക്കെ ആയിട്ട് വന്ന് പഠിക്കൽ വന്ന് നിൽക്കുകയും അവർക്കെല്ലാം ഓണക്കൂടിയെല്ലാം എല്ലാവരും കൊടുക്കുകയൊക്കെ സഹായം കൊടുക്കും. അതുവഴിക്ക് സഹായം ചെയ്യുകയും ചെയ്യും, മണി കൊടുക്കുകയും ചെയ്യും, അവനെ കുത്തിയിട്ട് പോവുകയും ചെയ്യും. അങ്ങനെ നാട്ടിൽ നടപ്പുണ്ട്. അതൊക്കെ ഒരു വഴിക്ക് നടക്കട്ടെ എന്ന് വിചാരിച്ച അവൻ ചെയ്യേണ്ട മനുഷ്യർ പല വിധമാണ്. അതെ അതെ. അപ്പൊ അവൻ ചെയ്യേണ്ട കാര്യങ്ങളും അവൻ ചെയ്തോണ്ടായിരിക്കും. മണിച്ചേട്ടൻ്റെ ഒരു ഇന്റർവ്യൂവിനകത്ത് പറയുന്നുണ്ടായിരുന്നു, അവന് എവിടെ സ്കൂളിലേക്ക് 5 രൂപ ഫീസ് കൊടുക്കേണ്ട സമയത്ത് രാവിലെ ചെന്നാൽ ആ കൂലി അങ്ങ് വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞത് ചെന്നപ്പോ ഇല്ല, ഞാൻ വൈകുന്നേരം പണി കഴിയുമ്പോൾ ഞാൻ ആ കൂലി തരാം, അന്നേരം നീ ഫീസ് അടച്ചാൽ മതി എന്ന് പറഞ്ഞ് അവിടെ മാറ്റി നിർത്തിയെന്ന് അച്ഛൻ്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ കാശ് കൊടുത്തില്ല. അപ്പം പിന്നാട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ ആ ബുദ്ധിമുട്ടാണ് അവൻ എന്നാ ഇന്റർവ്യൂ പറഞ്ഞത്. അത് കഴിഞ്ഞ് ആ വസ്തു പുള്ളി വിലക്ക് വാങ്ങിച്ചു. അപ്പൊ പാടിയത് നമ്മുടെ അപ്പൻ്റെ ഓർമ്മയ്ക്ക് ഇരിക്കട്ടെടി, എന്തിനാ മോനെ ഈ പാടിയൊക്കെ മേടിച്ച് നീ ഇവിടെ വന്ന് ഈ ആൾക്കാരൊക്കെ കൂട്ടി ഇങ്ങനെ. അപ്പൊ അവിടെ ആൾക്കാർ കൂടെ മറ്റേ ഐഡിയ സ്റ്റാർസിങ്ങിൽ പാട്ടുകൾ ഉണ്ടായല്ലോ, അവിടെ നിന്ന് തുടങ്ങിയാണ് അവിടെ ജനമൊക്കെ വന്ന് തുടങ്ങിയത്. അപ്പം ആൾക്കാർ അവർക്ക് സദ്യയൊക്കെ വെച്ച് സദ്യയൊക്കെ ഒരുക്കി അവർക്ക് ഭക്ഷണം കൊടുത്ത് വെള്ളത്തിലൊക്കെ വഞ്ചി കൊണ്ട് തുഴഞ്ഞ് അവരും പോവും പാട്ട് പാടാനും കാര്യങ്ങൾക്കൊക്കെ അവിടെ നിന്ന് തുടങ്ങിയ ആൾക്കാർ പിന്നെ പാടിക്ക് വരവായി. ജീവിതം ആഘോഷമായിട്ട് ചെറുപ്പത്തിലെ തൊട്ടും 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ദാരിദ്ര്യമാണെങ്കിലും പാട്ടുപാടി നിങ്ങളെ രസിപ്പിച്ച് അല്ലേ? അതന്നെ, അത് ആഘോഷമായിരുന്നു പുള്ളി. ചെറുപ്പം മുതൽ പുള്ളിയുടെ കാലഘട്ടം അന്ന് മുതൽ പുള്ളി ആഘോഷത്തിന്റെ ആളായിരുന്നു ശരിക്കും. മണിയുടെ അനിയൻ രാമകൃഷ്ണൻ ഉണ്ടല്ലോ, ഡാൻസ് പഠിക്കുന്നത് മണിക്ക് ഇഷ്ടമല്ലായിരുന്നു. പക്ഷെ അവന്റെ നിലനിൽപ്പിന് അവനത് പഠിച്ചേ തീരൂ. എന്നാ കുറെ എതിർത്ത് നോക്കി, പക്ഷെ അനിയൻ പിന്മാറിയില്ല. അവനത് തന്നെ പഠിച്ച് അതിലൂടെ തന്നെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനാണ് അവന് താല്പര്യം ഉണ്ടായത്. അപ്പൊ അത് പിന്നെ ആ വഴിക്ക് നീ വിട്ടോ എന്നും പറഞ്ഞു അവന് വേണ്ട സഹായങ്ങളൊക്കെ അവന് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് അവനെ വഴിക്ക് പോയി. ഇപ്പോൾ അവൻ ആ ഡാൻസ് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അവന്. അവിടെ ഡാൻസ് പഠിപ്പിക്കുന്നു കാര്യങ്ങൾ. ഡോക്ടറേറ്റ് കിട്ടി. അതൊക്കെ ശരിയായിട്ടും മണിച്ചേട്ടന്റെ ഒരു ഹെൽപ്പും ആളും പഠിച്ചു. കലാപരമായിട്ട് രീതിയിലുള്ള ഒരു സപ്പോർട്ടും മണിമോഹൻ ആദ്യം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അത് ഞാൻ ആദ്യം പറഞ്ഞിട്ടില്ലേ, പുള്ളി സ്വന്തം ഞാൻ അതേമാതിരി രക്ഷപ്പെട്ടതാണ്, അതേമാതിരി രക്ഷപ്പെടുക എന്നാണ് നമ്മൾ ഓരോരുത്തരും പറഞ്ഞിട്ടുള്ളത് പുള്ളി. അപ്പൊ ഇളയ മാമനാണെങ്കിൽ ഇവർ രണ്ടുപേരും 2 എക്സ്ട്രീം ലെവലിലുള്ള കലാകാരന്മാരാണ്. നമ്മൾക്ക് ആ കുടുംബത്തിൽ ജനിക്കാൻ പറ്റിയത് തന്നെ ഭയങ്കര ഭാഗ്യം. എന്ന് വെച്ചാൽ ഡാൻസ് എന്ന് പറയുന്ന കല വേറൊരു സംഭവമാണ്. അത് വലിയ ആൾക്കാർക്ക് പറഞ്ഞാൽ അത് അതിന്റെ സാമ്പത്തികമായിട്ടുള്ള സംഭവമൊക്കെ അരങ്ങേറ്റത്തിനൊക്കെ എത്ര പൈസ വേണ്ടി വരും. അന്ന് മാമനൊന്നും സിനിമ കയറിയിട്ടില്ല. അതിനു മുമ്പാണ് മാമൻ ഡാൻസ് പഠിക്കലും മറ്റു കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് പോയത്. ആളെ RLB കോളേജിൽ അഡ്മിഷൻ നേടിയതൊക്കെ ആ സമയത്താണ് മാമൻ സിനിമയും വരുന്നതും കാര്യങ്ങളൊക്കെ. വാസനയൊക്കെ ചെയ്യണൊക്കെ മുമ്പാണ്. പക്ഷെ എന്നിട്ടും ആള് അന്ന് മുതൽ പുള്ളിക്ക് വാശിയായിരുന്നു, ഇത് കാണിച്ചു കൊടുക്കണം, മാമനെ കാണിച്ചു കൊടുക്കണം. MG യൂണിവേഴ്സിറ്റിയിലെ കലാപ്രതിഭ ആ വർഷം ഇളയ മാമനായിരുന്നു. അത് കണ്ണമാവ് ഒരുപാട് ഇന്റർവ്യൂലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് പൈസയ്ക്ക് വേണ്ടി പ്രശ്നമായിട്ട് മണിമാവൻ കൊടുത്ത മാല പണയം വെച്ചിട്ടൊക്കെയാണ്, ഗൾഫിൽ നിന്ന് മാല പണയം വെച്ചിട്ടാണ് ഈ പറഞ്ഞ മറ്റേ പക്കമേളക്കാർക്ക് പൈസ കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ. ആ വർഷം പുള്ളി കലാപ്രതിഭയാണ്. അപ്പോൾ കലാപ്രതിഭയ്ക്ക് അത് പ്രൈസ് കൊടുക്കുന്നത് അന്ന് മുരളി സാറെന്ന് പറഞ്ഞു, മറ്റേ നമ്മുടെ നടൻ മുരളി സാറ്. എന്നിട്ട് മണിയമ്മ വലിയൊരു ശബ്ദം കേട്ട് ആൾക്കാർ പുറത്തേക്ക് കഴിയുമ്പോൾ മാമൻ വന്നതാ, മണിയമ്മാവൻ വന്നതാ. അപ്പോൾ മണിയമ്മ വന്നിട്ട് വെച്ച് ഇത് ഞാൻ എൻ്റെ അനിയന് ഞാൻ കൊടുത്തോട്ടെ സാറേന്ന് വെച്ചു. അതിനൊന്ന് കൊടുത്തോളം പറയാണ്. അപ്പോൾ അന്നൊരു കെട്ടിപ്പിടിച്ചൊരു കരച്ചിലൊക്കെ ഉണ്ടായിരുന്നു അവർ തമ്മിൽ. അപ്പോൾ ഞാൻ ഇവനെ പരമാവധി നിരുത്സാഹപ്പെടുത്തിയിട്ടുള്ളൂ, സ്വന്തം കഴിവ് രക്ഷപ്പെടുന്നതിന് വേണ്ടിയിട്ട്. അവൻ എന്നെ തോൽപ്പിച്ചു കളഞ്ഞു, അതൊരു പ്രതികാരം എൻ്റെ അടുത്ത് വീട്ടിൽ നിന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ന്യൂസൊക്കെ ഉണ്ടായിരുന്നു അന്ന്. ആ സമയത്ത് വീഡിയോ അല്ല, ഫോട്ടോസൊക്കെ ഉണ്ടായിരുന്നു അന്ന്. ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്, അന്ന് പേപ്പറിലൊന്ന് ചിരിയുടെ ആള് ചിലങ്കയുടെ തോഴൻ എന്നും പറഞ്ഞൊക്കെ പേപ്പറിലൊക്കെ ഉണ്ടായിരുന്ന ന്യൂസാണ്. 2 മാമന്മാരും അഭിമാനമായ താരങ്ങളാണ്. രഞ്ജിത്ത് മണിയുടെ പാതയിലേക്ക് ഇങ്ങനെ വന്നോണ്ടിരിക്കുകയാണ്. എന്താ മോനെ കുറിച്ചുള്ള അഭിപ്രായം എങ്ങനെ? നല്ല അഭിപ്രായം. ഇവൻ കൊച്ചു പ്രോഗ്രാമിനും കാര്യങ്ങളൊക്കെ വീട്ടിൽ നിന്ന് അമ്മ വയ്യാതെ കിടക്കുമ്പോൾ ഇവൻ അവിടെ നിന്ന് ബാഗിലൊക്കെ സാധനങ്ങളൊക്കെ ആക്കി പോവുന്ന സമയത്ത് ഇവനോട് എവിടേക്കാണ് പോകണം എന്നൊക്കെ ചോദിച്ച്
പിന്നെ ഒരു ജാതി ദേഷ്യപ്പെട്ടിട്ടുള്ള പഠിച്ചിട്ട് പഠിപ്പൊന്നും പൂർത്തിയാകാതെ ഇങ്ങനെ നടക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ചീത്ത പറഞ്ഞിട്ടുണ്ട്. അപ്പോഴും ഞാൻ പറയും എൻ്റെ മക്കളെ ചീത്ത പറയരുത് എന്ന് ഞാൻ അവനോട് പറയും, എപ്പോഴും പറയും, മണിയോട് പറയും. പിന്നെ പിന്നെ ഇവനെ ഫോറിനിലേക്ക് വിടാൻ ചാൻസ് നോക്കി. ഇവനെ പോവാൻ ഇവനോട് പറഞ്ഞിട്ട് ഇവൻ പോയില്ല. അപ്പോൾ അത് കേൾക്കാണ്ട് ഇങ്ങനെ നടക്കാണ് എന്ന് പറഞ്ഞു ഇവന് ചീത്ത പറയും. അന്ന് തുടങ്ങി ഫോറിലേക്ക് പോകാൻ പറഞ്ഞിട്ട് ഇവൻ ഫോറിലേക്ക് പോണേ ഇല്ല. എത്ര പേരെ പരിചയം ഉണ്ടായിരുന്നു, ദുബായിലെവിടെയൊക്കെ നല്ല ജോലിയിലിരിക്കാന്നാണ്. പക്ഷെ എന്നാലും ഒരു കലാകാരൻ അവന്റെ സ്വപ്നങ്ങൾ ഇങ്ങനെ ഇവിടെ തന്നെ അത് ലക്ഷ്യബോധത്തോടെ മുന്നേറുകയാണ്. അന്ന് കലാഭവൻ മണി വിചാരിച്ചാൽ ദുബായിലെ ഏത് രാജ്യത്ത് വേണമെങ്കിലും ഏത് നല്ല ജോലിയിലും കയറ്റിവിടാൻ കഴിയുമായിരുന്നിട്ടും അത് വെച്ച് നീട്ടിയിട്ട് അത് വേണ്ടാന്ന് പറഞ്ഞിട്ട് മലയാള സിനിമ വേണം എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരു കലാകാരനാണ്. തീർച്ചയായിട്ടും നമ്മുടെ എല്ലാ സപ്പോർട്ടും അദ്ദേഹത്തിന് കൊടുക്കേണ്ടതുണ്ട്. കാരണം നമ്മൾ അദ്ദേഹത്തിന്റെ സിനിമകൾ കാണുകയും അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അതുപോലെ ഈ കുടുംബം ഒരു കലാകുടുംബമാണ്. ആ കലാകുടുംബത്തിൽ തന്നെ നല്ലൊരു കലാകാരൻ വളർന്നു വരും എന്ന കാര്യത്തിൽ അമ്മയ്ക്ക് സംശയമൊന്നും വേണ്ട. തീർച്ചയായിട്ടും അതുണ്ടാകും. എല്ലാ പ്രാർത്ഥനയും മലയാളികളുടെ എല്ലാം ഉണ്ട് ചേട്ടാ. ശരിയാണ്. മിന്നാമിനുങ്ങേ മിന്നും മിനുങ്ങേ എങ്ങോട്ടാണ് ഈ തിടുക്കം, നീ തനിച്ചല്ലേ പേടിയാവില്ലേ കൂട്ടിനു ഞാനും വന്നോട്ടെ.